സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകർ, നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. மெய்யெடுத்து நான் போடும் கையெடுத்து அன்பே, உலகம் மொழியில் வரும் எல்லாமே நேரெடுத்து காதல் தான் கண்ணெடுத்து அன்பே. மயிலிரே மயிலிரே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் അഖില് വീട്ടിൽ വന്ന് കാണത്തില്ല, പേടിച്ച് മാളത്തിൽ കയറിയിരിക്കുകയല്ലേ. ഇവ എന്തിനീ ലോകത്ത് കൊടുക്കുന്ന എല്ലാവരും പേടിക്കുന്നേ? ഞാനിവിടെ നിൽക്കുകയല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ. ആരോട് പറയേ? ഈ മുത്തശ്ശൻ എന്ന് പറയുന്ന സാധനത്തിനൊക്കെ നേരത്തെ കിടന്ന് ഉറങ്ങിക്കൂടെ? ഇനി എന്തൊക്കെയാണാവോ ചോദിക്കാൻ പോകുന്നത്. ഹാ, മുത്തശ്ശൻ കിടന്നില്ലായിരുന്നോ? ഇല്ല മോനെ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എന്തോ വല്ലായ്മ പോലെ. മോനിത് എവിടെ പോയിരിക്കായിരുന്നു? എന്താ ലേറ്റായി? ഇന്ദ്രകുഞ്ഞിനെയും അഖില് മോനെയൊന്നും കണ്ടില്ല. അഖില് മോൻ ഇന്ന് വരത്തില്ല എന്ന് അവൻ പറഞ്ഞായിരുന്നു. ആസിയുടെ കൂടെ ഫ്ലാറ്റിൽ പോയെന്ന് അർജുൻ മോൻ പറഞ്ഞു. ഇന്ദ്രമോനെ ഇതുവരെ കണ്ടില്ല. നിങ്ങളെല്ലാം കൂടെ ഒത്തു ഇതെങ്ങോട്ടാ പോയേ? ഓ, അപ്പം വന്നില്ല. ആസിയുടെ കൂടെ ഫ്ലാറ്റിൽ ഒത്തൊന്നുമല്ല, ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോയത് മുത്തശ്ശ. പിന്നെ ഇന്ദ്രപ്പുറത്ത് എവിടെ പോവാന്ന് എന്നോട് പറഞ്ഞായിരുന്നു. എന്നാൽ ശരി മുത്തശ്ശ, ഞാനെന്നാ പോവാ. നല്ല തലവേദന, ഒന്ന് ഫ്രഷ് ആവണം, പിന്നെ കിടക്കണം. മുത്തശ്ശൻ എന്താ കിടന്നില്ലായിരുന്നോ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എന്തോ ഒരു വല്ലായ്മ, അരുതാത്തത് എന്തൊക്കെ നടക്കാൻ പോകുന്ന പോലെ. അങ്ങനെ എണീറ്റ് ഇവിടെ വന്നിരുന്നതാ, അപ്പോഴാ നീ വന്നത്. എന്നാലും തലവേദനയല്ലേ, നീ പോയി കിടക്ക്, ഒന്ന് കുളിച്ചിട്ട് കിടക്ക്, തല തണുക്കെ. അപ്പോ തലവേദന മാറും. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ ക്ഷീണമൊക്കെ മാറും. എന്നാ ഞാനും ഒന്ന് പോയി കിടക്കാൻ പോവാം. ശരി മോനെ, ചെല്ല്. ഓക്കെ മുത്തശ്ശ, ഗുഡ് നൈറ്റ് എന്നാ. ഓ ഹഗി, നീയോ ഇപ്പൊ എന്റെ തലവേദന. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞത് ആസിയുടെ കൂടെ പോരുതെന്ന്. ഓ, എങ്ങനെ ഞാൻ പറയുന്ന പോലെ കേൾക്കൂ? ഇല്ലല്ലോ. ഇന്ദ്രയെ പേടിച്ച് നീ ഫ്ലാറ്റിൽ പോയിരുന്നു. എന്നെ പേടിച്ച് നീ ഏത് മാളത്തിനകത്ത് പോയിരിക്കുന്നു എനിക്കൊന്ന് കാണണം. എവിടെ പോലെ നീ ഇങ്ങോട്ട് തന്നെ വരുമല്ലോ നാളെ. കാണിച്ചു തരാൻ നിനക്ക് ഞാൻ. അങ്കിതാരാൻ നിനക്ക് അറിയില്ലെങ്കിൽ. യു ഡിസേർവ് ദിസ്. ഇതിന് നീ അനുഭവിക്കും. എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നതിന് ഞാൻ നിന്നോട് പറഞ്ഞതാ എൻ്റെ കണ്ണുമുമ്പിൽ നിന്ന് എവിടെ പോരുതെന്ന്. ഛേ, എന്തൊക്കെ ഇമാജിനേഷനിലാണ് ഞാൻ വന്ന് കയറിയത്. അപ്പോഴും ഞാൻ വിചാരിച്ചു വന്നതാണോ? ഇല്ല, അനുഭവിച്ചോ. നാളെ വരുമല്ലോ, കാണിച്ചു തരാം നിനക്ക്. ഞാൻ ആരാന്ന് നല്ലതുപോലെ കാണിച്ചു തരുന്നുണ്ട്. ഒന്നാമത് അമ്മയും കൂടെ വരുന്നതിൻ്റെ ടെൻഷനിലാണ് ഞാൻ. എന്താവുന്ന പോലും അറിയത്തില്ല. അതിൻ്റെ ഇടയില അവൻ്റെ ഒരു ഒളിച്ചുകളി. അത് ഇന്ദ്രയെ പേടിച്ചിട്ട്. ഇന്ദ്രയെ പേടിയാണെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ പോരെ, പിന്നെ ഞാനിതിനെ കാണാനാണ് ഇരിക്കുന്നത്. ഓ വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആരാന്ന്. അതെ, കുറെ നേരം ആയാലും ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് കുളിക്കുന്നു ഫ്രഷ് ആവുന്നൊന്നും ഇല്ലേ? ഞാനിപ്പോ കുളിച്ചിട്ട് എന്തിനാ? എന്നെ പെണ്ണാണെങ്കിൽ ആർക്കും വരുന്നുണ്ടോ? ഇല്ലല്ലോ. അല്ലേലും ഇവിടെ മനുഷ്യന്റെ മൊത്തത്തിലുള്ള കിളി പറഞ്ഞിരിക്കുക. എടാ, ഇനിയിപ്പോ
അങ്കിതിനോട് ഞാൻ പറയാത്തതിന് അവൻ എന്നോട് പിണങ്ങത്തില്ലായിരിക്കുമല്ലോ അല്ലേ അല്ലേ? അയ്യോ എന്തോ എനിക്കറിയത്തില്ല, ഞാൻ അങ്കിതല്ല. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ വീട്ടിൽ പോകാനായിട്ട്. ഒന്നാമത് ആ ചെറുക്കന് നിന്നെ എന്നെ വെച്ച് ഭയങ്കര ഡൗട്ടാടാകില്ലേട്ടാ. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അവന് കുറ്റം പറയാനും പറ്റത്തില്ല. നീ ആ വീട്ടിലുള്ളവരോട് പോലും ക്ലോസ് അല്ല, അത്രയ്ക്ക് ക്ലോസാണ് ഞാനുമായിട്ട്. പിന്നെ അവന് ഡൗട്ട് അടിച്ചില്ലെങ്കിൽ അതിശയം മാത്രമേ ഉള്ളൂ. 24 മണിക്കൂർ നോക്കിയാൽ ആസി 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 എന്ന് പറഞ്ഞോണ്ട് അത് അവൻ്റെ മുമ്പ് പോയി എന്ന് പറയുന്നത് എന്തിനാ? നിനക്ക് മര്യാദയ്ക്ക് എവിടെയെങ്കിലും നിന്നാൽ പോരെ. അല്ലെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക. ഫിദേനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എനിക്കറിയത്തില്ല, അതിൻ്റെ ഇടയിൽ കൂടെ വാപ്പായും ഫോൺ എടുക്കുന്നില്ല. വാപ്പായാണെങ്കിൽ ഇന്ന് എന്തോ ഒരു പണച്ചാക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പോയതാ, അറിയോ? അപ്പോഴാണ് അങ്ങേറെ ഒരു പുളന്താ. ഞാൻ മര്യാദയ്ക്ക് വീട്ടിൽ പോകാന്ന് പറഞ്ഞതാ, എന്നെ വിളിച്ചോണ്ട് ഫ്ലാറ്റിലോട്ട് വന്നേക്കുന്നു. എടാ അത് പിന്നെ നീ ഇങ്ങനെ സ്നേഹമില്ലാത്തവരെ പോലെ സംസാരിക്കാതെടാ. എടാ അവിടെ ഉള്ളവരാരും എന്നോട് നല്ലപോലെ സംസാരിച്ചിട്ടോ പെരുമാറിയിട്ടോ ഒന്നും ഇല്ല. എനിക്കൊരു സങ്കടം ഉണ്ടോന്ന് പോലും ചോദിച്ചിട്ടില്ല. അതെല്ലാം ചെയ്തിട്ടുള്ള നീയാ. നിന്നെ ഞാൻ എന്ന് പരിചയപ്പെട്ട അന്ന് തൊട്ട് നീ എനിക്കൊരു നല്ലൊരു ബ്രദറാ. അപ്പൊ പിന്നെ ഞാൻ നിന്നോടും ഉണ്ടാകും, പിന്നെ ആരോടും ഉണ്ടാകാനാണോ? എന്റെ വിഷമങ്ങളൊക്കെ എനിക്ക് നിന്റെ അടുത്ത് പറയാനല്ലേ പറ്റത്തുള്ളൂ. പിന്നെ അവൻ ഡൗട്ട് അടിച്ചെന്ന് പറഞ്ഞോണ്ട് എനിക്ക് നിന്നെ കളയാൻ പറ്റുമോ? അവനെക്കാളും മുമ്പേ നീ എന്റെ അടുത്ത് വന്നല്ലേ. നീ എന്റെ അനിയനല്ലേ. അവൻ അത്രയ്ക്ക് ഡൗട്ടാണെങ്കിൽ അവിടെ ഇരുന്ന് ഡൗട്ട് അടിച്ചോട്ടെ. അല്ല പിന്നെ നിനക്ക് എന്നോട് നിൽക്കാൻ മടിയാണെങ്കിൽ നീ പൊക്കോ, എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ചെറിയ പേടി ആയതുകൊണ്ടാണ് ഞാൻ വിളിച്ചോണ്ട് വന്നത്. എന്റെ തെറ്റാ. അല്ലെങ്കിലും നിനക്ക് നീ എന്നെ നിന്റെ ഫാമിലി ആയിട്ടൊന്നും അല്ലല്ലോ കാണുന്നത്. അതുകൊണ്ട് പിന്നെ നീ ഇങ്ങനെയൊക്കെ പറയും, എനിക്കറിയാം. അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ വേണം. മുതുക്കൻ്റെ മുതലക്കണ്ണീരുണ്ടല്ലേ, ഇത് അഖിലേട്ട എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുവേ. ഇങ്ങനെ നടന്ന് അഭിനയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സൊന്നും അറിയാൻ പോകുന്നില്ല. നിങ്ങളെ പേട്ട് കരച്ചിലാന്ന് കണ്ടറിയാം. ഇപ്പം എന്താ വേണ്ട, ഞാൻ ഇവിടെ നിൽക്കണം. എനിക്ക് ഫിദ ഫോൺ എടുത്താൽ മതി. ബാപ്പാടെ കാര്യം ഐ ഡോണ്ട് കെയർ, അറിയേണ്ട ആവശ്യമില്ല. പെണ്ണ് വീട്ടിലെത്തിയോന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഒന്നാമത് കാലിതുള്ളി നടക്കുക എല്ലാവരും. അവളാണെങ്കിൽ ചാനലിലുള്ള ശത്രുക്കളെ ന്യൂസ് മുഴുവൻ കാണിച്ചിട്ട് അടങ്ങത്തുള്ളൂ. അവൾക്ക് ലോകം മുഴുവൻ ശത്രുക്കളാണ്. എത്ര പറഞ്ഞാലും അവൾ നേരെ ആവത്തൂല്ല. അത് നീ പറയുന്നോണ്ടാ കൊടുത്തത് നേരെയാവും. അല്ല നിന്റെ അനിയത്തിയാണെന്ന് നിന്റെ അനിയത്തി ആയതുകൊണ്ട് പറയല്ല. നിന്നെ പോലെയല്ല, 2-3 എല്ല് കൂടുതലാ. ഒരടിയും കൊടുത്തവള് നേരെയാവും. അത് നീ ചെയ്യാത്തണ്ടല്ലേ. എടാ ഈ സിറ്റുവേഷനിൽ ചോദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയണം. എന്നാലും ചോദിക്കാം. എടാ അഗിയനെ തെറ്റിദ്ധരിക്കില്ലായിരിക്കുമല്ലോ അല്ലേ? എനിക്കൊരു പിടിയില്ല മോനെ. മേ ബി തെറ്റിദ്ധരിക്കാം, മേ ബി തെറ്റിദ്ധരിക്കാതിരിക്കാം. എൻ്റെ ഒരു ഇത് വെച്ച് ആ ചെറുക്കൻ മുമ്പും പിന്നും നോക്കാത്തൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ അവ എന്തായാലും തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ അവൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വെറുതെ അസിയുടെ കൂടെ നടക്കരുതെന്ന്. നിങ്ങളെന്തിനാണ് എന്നെ കൂടെ പറയിപ്പിക്കണ മനുഷ്യ? ചേട്ടനായിപ്പോയി, ഇല്ലെങ്കിൽ തല്ലി കൊന്നേനെ. ഇനി ആരെയൊക്കെ ശാപം ഞാൻ വാങ്ങിച്ച് കൂട്ടണമെന്തോ. അവനെങ്ങാണ് എന്നെ അങ്ങനെ വന്ന് തല്ലണം. നിങ്ങളെ ഞാൻ കൊല്ലും നോക്കിയോ. എന്നിട്ട് അവൻ എന്നെ കൊന്നാലും വേണ്ടൂല. ചെയ്യാത്ത കാര്യത്തിന് തല്ലുകൊള്ളാനൊന്നും ആശയം കിട്ടത്തില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാം. പോടാ, അവൻ ഇന്ദിരെ പോലെ സംശയം ചോദിക്കുന്നല്ല. അവനെന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങള് ഇഷ്ടത്തിലായിട്ട് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ആവത്തുള്ളായിരിക്കും. എന്നാലും എനിക്ക് അവൻ എന്നെ നന്നായിട്ട് അറിയാം. ഒരിക്കലും അങ്ങോട്ടോട്ട് ചതിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവനിങ്ങനത്തെ സംശയമൊന്നുമില്ല. നീ പോയേ. പിന്നെ നിന്നെന്തിനാവുമെന്ന് അടിക്കുന്നേ? അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മുഖത്തേക്ക് ചോദിക്കും. അവൻ ആണാ, നല്ല ഉശിരുള്ളതാണ് കേട്ടാ. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് മൈ ബോയ്, ഓക്കെ? അതുപോലും പറയാൻ പറ്റില്ല. ആദ്യം പോയി ആ നാക്കുപടി, എന്നിട്ട് എഞ്ചെഞ്ച എന്ന് പറഞ്ഞോണ്ട് പറ. ഇനി എന്തൊക്കെയാണോ ദൈവമേ വരാൻ പോകുന്നത്. ദൈവത്തിന് മാത്രം അറിയാം എല്ലാം. നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണം ഞാൻ വല്ല പൊട്ടക്കെട്ടിന് ചാടേണ്ടി വരും മനുഷ്യ മിക്കവാറും. അങ്ങനെയൊന്നും വരത്തില്ല കേട്ടാ. നിനക്ക് അക്കാര്യത്തിൽ എന്നെ വിശ്വസിക്കാം. എന്റെ അച്ചു കാരണം നിനക്കൊരു പ്രോബ്ലം വരത്തില്ല. ദൈവമേ വരാതിരുന്നാ മതിയായിരുന്നു. എന്നാലും ഇങ്ങോട്ട് വരണ്ടായിരുന്നു. വീട്ടിലോട്ട് തന്നെ പോയാൽ മതിയായിരുന്നു. ഇനി അവന് ഭ്രാന്ത് വല്ല മൂത്തവനെ ഞങ്ങളുടെ അടുത്ത് പിടിക്കൂ? അവനൊന്നും ചെയ്യത്തില്ല. അവൻ പാവോ. ഇനി അങ്ങനെ ഇടിച്ച അയ്യോ ഇതെന്റെ അനിയൻ, അതെന്റെ കാമുകൻ. അയ്യോ രണ്ടുപേരുടെ ഞാൻ മാത്രം. അയ്യോ എന്റെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച്. അയ്യോ അൺസൈക്കബിൾ. ഹൊറിബിൾ.
ഇതെവിടെ പോയി കാണുന്നില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും കാണേണ്ടേ ആണല്ലോ. ഓ എന്ത് ബഹളോടാ ഇവിടെ. നിനക്ക് കുറച്ച് ഒച്ചയും ബഹളമൊക്കെ കുറഞ്ഞ് സമാധാനമായിട്ട് രണ്ടിടത്ത് ഇരുന്ന് അടിക്കാൻ പറ്റുന്ന സ്ഥലത്തുമെല്ലാം കൊണ്ടുപോയിക്കൂടെ? ഓ കോപ്പ്. ഇപ്പൊ എവിടെ ഇരിക്കാം? വാ എവിടെയെങ്കിലും ഇരിക്കാം. എന്റെ പൊന്നാദൂസേ, ഒച്ചയുടെ ബഹളത്തിന്റെ ഇടയിൽ ഇരുന്ന് കുടിക്കുന്ന ഫീലൊന്നും ഒച്ചയും ബഹളം ഇല്ലാതെ കുടിച്ചാൽ കിട്ടത്തില്ല. നീ അവിടെ മിണ്ടാതിരി. ഇരിക്കാം, അതല്ലേ നോക്കുന്നേ. എവിടെയാ സാധനം? ഓഹ്, കണ്ണും കണ്ടൂടല്ലോ എനിക്ക് വന്ന്. ആരുടെ തോണറ് ഇനി പഞ്ചായത്തിൽ ഇനിപ്പില്ല, ഒന്നുമില്ല, കയ്പ് കയ്പ് കയ്പ്. ആഹാ, നല്ല ബെസ്റ്റ് സിറ്റുവേഷൻ ആണല്ല. ഇവ അടിച്ച് പിമ്പിരി എന്നല്ലേ ഇവൻ പറഞ്ഞോളൂ. ഇത് പിമ്പിരിയല്ല, കഞ്ഞിക്കുഴിയ. എന്റെ പൊന്നിന്ദ്ര, നീ ഇത് എന്തുവാന്ന് നീ കഥകളി കളിക്കുന്നത്? കുറെ നേരം ആയല്ലോ. എന്താടാ നീ വന്നേ? അങ്ങോട്ടോടെ പോയി ഇരിക്കാം. കഥകളിയല്ലടാ, ഞാനിങ്ങനെ ഓരോ ആലോചിച്ച് ടെൻഷൻ. അങ്ങോട്ട് പോകണം, മതിൽ ചാടണം, കയറണം, കിച്ചോ കാണണം, എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണം. ഭയങ്കര ടെൻഷൻ. നമുക്കതോ അവിടെ ഇരിക്കാം. വാ, അവിടെ 2 സീറ്റുകളുണ്ട്. വാ വാ വാ. ഒന്നുമില്ലടാ, എല്ലാം സെറ്റാവും. വേണമെങ്കിൽ ഞാൻ നിന്നെ അവൻ തന്ന അഡ്രസ്സ് വരെ കൊണ്ടാക്കാം. വാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എവിടെയാടാ? കർത്താവേ, അതെൻ്റെ തോന്നലായിരിക്കണേ. ഇന്ദിര, നീ ഇരിക്കാന്ന് പറഞ്ഞെടുത്ത് നിൽക്കുന്ന ചെറുക്കനുണ്ടല്ലോ, അത് കാശിയെ പോലെ ഇല്ലേ? അല്ലല്ലോ അല്ലേ? അത് കാശിയല്ല, കാശിയെ പോലെ ഇരിക്കുന്ന വേറൊരുത്തനല്ലേ? അയ്യോ, എവിടെയാടാ? ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. അയ്യോ, ഞാൻ കണ്ടില്ലല്ലോ. എവിടെയാടാ? എവിടെ? അയ്യോ എടാ, അത് കാശിയെ പോലെയല്ല, അത് കാശി തന്നെയാ. അവനെന്താടാ ഇവിടെ? ഓ, അപ്പൊ അതെന്റെ കണ്ണിന്റെ കുഴപ്പമില്ലല്ലേ? അത് നീ എന്നോടാണോ ചോദിക്കുന്നേ? അത് അവനോടല്ലേ ചോദിക്കണ്ടേ? അയ്യോ എടാ, അടിച്ച് പൂക്കുറ്റിയായിട്ട് നിക്കുന്നടാ. അയ്യോ, എങ്ങനത്തെ ചെറുക്കനായിരുന്നു? ABCD പോലും നേരെ ചൊവ്വ അറിയില്ലായിരുന്നു. അയ്യോ, കണ്ടപ്പേറ്റ തള്ള സഹിക്കത്തില്ല. അയ്യോ എടാ, നീ വന്നേ? പ്ലാൻ സക്സസ്. അതമേ, അവനെ കുടിയൻ കാശു നിന്നെയും ആദവിനെ സെറ്റാക്കിയിട്ട് മാത്രമേ ഇനി എനിക്ക് എൻ്റെ അളിയന് ഉറക്കമുള്ളൂ. നീയൊക്കെ എന്തോ വിചാരിച്ച ഡിവോഴ്സ് ആവാന്നോ? കാണിച്ചു തരാം. വരുമോ? അയ്യോ, എന്നാലും കാശി. മോനെ വീടാ. എക്സ്ക്യൂസ് മീ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, മോൻ ഇയാളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ചോദിച്ചതാണ്. പ്രശ്നം ഉണ്ടാകുന്ന എന്റെ പൊന്നു ചേട്ടന്മാര്, നിങ്ങൾക്ക് ഇങ്ങനെ അറിയാമെങ്കിൽ ഇവിടെ കൊണ്ടുപോകും. എന്റെ കഷ്ടകാലത്തിൽ ഇന്നത്തെ എന്റെ ഡ്യൂട്ടി പുറത്തു നിന്ന് ഇവിടെ വരുന്നവരെ വെൽക്കം ചെയ്യക്കമായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇയാൾ അതുവഴി പോയപ്പോ വെൽക്കം സാർ, വെൽക്കം എന്ന് പറഞ്ഞു. പിന്നെ ഇയാൾ ഇതിനകത്തോട്ട് കയറി. ഞാൻ എന്റെ കഷ്ടകാലത്തിന് ഇയാളെ വെൽക്കം ചെയ്യുന്നത് ഇവിടുത്തെ മാനേജറും കണ്ടു. ഇവയ എനിക്ക് അറിഞ്ഞൂടെ എന്റെ മുന്നു സാരന്മാരെ. ഇയാൾ ഇവിടെ നിന്ന് എപ്പാലും ഉണ്ടാക്കാൻ തുടങ്ങി അപ്പൊ തൊട്ട് ആ മാനേജർ വെളിയിൽ നിന്ന് എന്നെ പിടിച്ചകത്ത് ഇയാളെടുത്ത് കൊണ്ടിരുത്തി. എന്നിട്ട് മര്യാദയ്ക്ക് ഇയാൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ ജോലി പോകുമെന്ന് പറഞ്ഞിങ്ങനെ കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയെ ഇന്നലെയാ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. ഇന്ന് തന്നെ എന്റെ ജോലികളെ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇയാളുടെ പാട്ട ഫോണിൽ ഒരു നമ്പർ എടുത്ത് തന്നു, അനിയനാന്ന് പറഞ്ഞു. വിളിച്ചപ്പോഴത്തേക്കും ആ ചെറുക്കൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഫോണ് കട്ടിയത്. എനിക്കൊരു പിടിയില്ല. ഇതിന് ഈ മുതലിനെ ഞാൻ ഇനി എങ്ങോട്ട് പറഞ്ഞു വിടുമെന്ന്. നിങ്ങൾക്ക് വല്ല അറിയാന്നുള്ള സാധനമാണെങ്കിൽ ഇത്തി കൊണ്ടുപോകോ? എന്റെ ജോലി പോയി കഴിഞ്ഞാൽ കഞ്ഞൂടി മുട്ടും സാറേ. ഓഹോ, അപ്പൊ നീയാണല്ലേ മിണ്ടാതെ പോയി എന്റെ ചെറുക്കൻ ഇങ്ങോട്ട് വെൽക്കം വിളിച്ച് കയറ്റിയതോടാ? നിന്നെ വേണം ആദ്യം അടിച്ചു പോലെ. എടാ, യവനെ കൊന്നിട്ട് വേണം യവനെ എനിക്ക് 2 ചോദിക്കാനായിട്ട്. എന്റെ പൊന്നാദൂസേ, നീ ഒന്ന് അടങ്ങ്. എടാ, അവന്റെ ജോലി അവൻ ചെയ്തത്. വെൽക്കം. ഇതിനകത്തോട്ട് വന്നു കയറി അവനല്ലേ? അല്ലാതെ അവൻ എടുത്തോണ്ട് വന്നല്ലോ. നീ മിണ്ടാതെ പോയിരുന്നേ. അയ്യോ കഷ്ടം, പാവം ചെറുക്കന്റെ ജോലി പോയി കഴിഞ്ഞാൽ അവന്റെ കഞ്ഞൂടി മുട്ടും. മോനെ, നീ ഇനി പേടിക്കണ്ട. ഇവനുണ്ടല്ലോ, അവന്റെ ഹസ്ബൻഡാ. അതിന്റെ ടെംപ്റ്റേഷനാണ് നീ ഇപ്പൊ കണ്ടത്. ഇനി അവന്റെ കാര്യം എല്ലാം ഇവൻ നോക്കിക്കോളൂ. ഇവൻ തന്നെ നോക്കിക്കോളൂ. ഓ, അത് താനായിരുന്നല്ലേ? തന്നെ എന്തൊക്കെയോ പറഞ്ഞു ഇവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ നോക്ക്. ദൈവത്തെ ഓർത്ത് എന്റെ ജോലി പോകരുത്. ഞാൻ എന്തോ അവിടെ കാണും. ഈ മുതലിനെ എടുത്തുകൊണ്ട് പെട്ടെന്ന് പോവാൻ നോക്ക്, കേട്ടാ? ചെറുതാ, നിന്റെ അടുത്ത് ഞാൻ എന്റെ അനിയനെ വിളിക്കാൻ പറഞ്ഞ. നീ വിളിച്ചാടാ? നീ വിളിച്ചാടാ പുല്ലേ? ഇല്ലല്ലോ. നീ വിളിക്കൂല. നീ എന്നല്ലേ? എന്റെ അനിയൻ ആരും വിളിക്കൂല. കാരണം അവനെ എല്ലാവർക്കും പേടിയാ.
എന്റെ അനിയനാണ് അങ്കിത് ശിവപ്രസാദ്. ഞാൻ അടിച്ച തങ്ക മാട്ടെ നല്ല മാസം തൂങ്ക മാട്ടെ. എന്റെ അനിയൻ അടിക്കുമ്പോൾ ഞാൻ ആ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ പാടും. ഇങ്ങനെ 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 പാടും. നീ എന്റെ അനിയനെ വിളിക്കാൻ പറഞ്ഞപ്പോ നീ വേറെ ആരാ? രവിചായ എന്തോ എടാ അവന് ചായ വിളിച്ച്. അയ്യോ എനിക്കിനി ചത്താലും വേണ്ടില്ല. ഓ ഞാൻ സിറ്റുവേഷൻ പറഞ്ഞോണ്. അയ്യോ എടാ ഇന്ദ്ര എങ്ങനെ ഇരുന്ന് ചെറുക്കനായിരുന്നു. ഇന്നലെ വല്ല നല്ല പഴുത്ത ആപ്പിള് പോലെ ഇരുന്നതാടാ. നോക്കടാ അവന്റെ കവള് ഞാനാടാ അടിച്ച. അതൊക്കെ പോട്ടെ. ഓ ഇവൻ വെൽക്കം വെൽക്കം എന്നും പറഞ്ഞ് വിളിച്ച് കയറ്റിട്ട് ഇതോ കുടിച്ച് മൂക്കളെ ഏതാ ചാള് വേലാന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. അയ്യോ ഈ മുതലിനെ ഞാൻ എങ്ങനെ വീട്ടിൽ കൊണ്ടുപോകും? ഓ എല്ലാരെയും മുമ്പ് ഞാനത് നോണം കേട്ട് തൊലിയുരിയല്ലോ ദൈവമേ. എന്തിനാ മോനെ കുടിച്ചേ? അത് പിന്നെ ഇച്ചാനല്ല എന്നോട് പോയി ചാവാൻ പറഞ്ഞ. അത് മറക്കാൻ വേണ്ടി കുടിച്ചതാ. ചാവാൻ എനിക്ക് പേടിയായി. ചായ പാലത്തിന്റെ മണ്ണിന്ന് ചാടിയാലോ എന്ന് വിചാരിച്ചതാ. വെള്ളത്തിൽ കിടക്കുമ്പോ ശ്വാസം മുട്ടത്തില്ല. കയ്യെറുത്താലോ എന്ന് വിചാരിച്ചതാ. കയ്യെറുക്കുമ്പോ ചോര ഇടുമ്പോ എനിക്ക് തലയിറങ്ങും. ഞാൻ എന്ത് ചെയ്യാനോ? അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മറക്കാനായിട്ട് ഈ സാധനം പിടിക്കാണ്. ഞാനിങ്ങനെ വെറുതെ നടന്ന് വീട്ടിലോട്ട് വരുമായിരുന്നു. അപ്പോഴേ അവൻ എന്നെ അവിടെ നിന്ന് വെൽക്കം വെൽക്കം മൈ ഡിയർ ബോയ്, വെൽക്കം മൈ ഡിയർ ബോയ് എന്ന് വിളിച്ചു. സ്നേഹത്തോടെ ഒരാൾ വിളിക്കുമ്പോൾ സ്വർഗ്ഗക്ക് ബട്ടൺ തുറന്നു തരുമ്പോ കയറാതിരിക്കാത്ത ഏതെങ്കിലും മലയാളി ഉണ്ടോ? നീ തന്നെ പറയടേ ഈ ചായ പറ. അതില്ല, അത് ന്യായം. അതിന് ഞാൻ അവന്റെ കൂടെയാ. നീ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട. നീ എന്തിനാ അവനോട് പോയി ചാവാൻ പറഞ്ഞേ? അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ? ഓ ആ ചെറുക്കനെ മനസ്സോട്ട് വേദനിപ്പിച്ചിട്ടല്ലേ അവൻ കുടിച്ചത്. അത് മറക്കാൻ വേണ്ടി കുടിച്ചല്ലേ. അവന് ചാവാൻ പേടിയായിട്ടല്ലേ. നീയും കുടിച്ചോടാ മോനെ. ഇനിയും വേണോ നിനക്ക്? ആ ചെറുക്ക പോയി ഒരു കൂടെ എടുത്തിട്ടോ. ഓ എന്റെ പൊന്ന് സാറേ, നിങ്ങളും കൂടി ഇനി ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ കാലം പിടിക്കാൻ കാണുമെങ്കിൽ ഈ മുതലിനെയും കൊണ്ട് ഇവിടുന്ന് പോണവരെന്തോന്ന് വേണം. എന്റെ ഗതികേട് ഏത് നേരത്താണാവോ വെൽക്കം വെൽക്കം പറയാത്ത മതിയത്. നീ 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 മിണ്ടരുത്. നിന്റെ വെൽക്കം വെൽക്കം. ഓ അതിച്ചാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞല്ലേ മോനെ. അതിന് നീ ഇങ്ങനെ കുടിക്കാനൊക്കെ പാടുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചാനോട് പറഞ്ഞ് നമുക്ക് സംസാരിച്ച് തീർക്കായിരുന്നല്ലോ. വൈ യു ഡു ദിസ്? പുളിച്ച പ്രൊഫസറെ വളിച്ച ഇംഗ്ലീഷും കൊണ്ട് നിൽക്കാണ്ട് നീ അവനെ പൊക്കിയെടുത്ത് ആ ഡെസ്ക് അവന് ക്ലിയർ ചെയ്ത് കൂട്. എനിക്കാണെങ്കിൽ നീ നോക്ക് 10 മണിയാവാറേ. എനിക്ക് എന്റെ ചെറുക്കനെ കാണാൻ പോകത്ത റിസ്കി പ്രോസസ്സാണ്. യുനോ ലൈഫ് ലാസ്റ്റ് ഡേ ആയിട്ടാണ് ഇന്ദ്ര മതിൽ കാണാൻ പോകുന്നത്. എനിക്കറിയാം എന്റെ ടെൻഷൻ എന്താ. ആരും പിടിച്ചു വെച്ച് തല്ലാതിരുന്നാ മതിയായിരുന്നു. എന്നാ ഞാൻ പോവാം. നീ അവനെയും കൊണ്ട് വീട്ടിലോട്ട് പോകരുത്. മുത്തശ്ശൻ അച്ഛൻ എല്ലാം സീനാ. പോരായിട്ട് അർജുനേട്ടൻ എല്ലാരും ഉള്ളതാ. മൊത്തത്തിൽ നാണം കെടും. നീയും നാണം കെടും, യവനും നാണം കെടും. യവൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നിന്റെ അടുത്ത് അവന് ഭയങ്കര സ്നേഹമാണ്. കണ്ടില്ലേ രമിച്ചായ? ഇതാണ് ഇപ്പോഴത്തെ കോളിംഗ് ലെവൽ. അതുകൊണ്ട് പൊന്നും യവനെ കൊണ്ട് നിങ്ങളുടെ വില്ലയിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അവിടെ പോയി നേരം വെളുത്തിട്ട് അങ്ങോട്ട് വന്നാൽ മതി. നീ അവിടെ വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞാൽ അച്ഛനോടോ ആരോടെങ്കിലും കേട്ടോ. അപ്പൊ ഞാൻ ഇറങ്ങുക. ഇനി ഇവിടെ നിന്നാ ഞാൻ നന്നായിട്ട് ലേറ്റ് ആവും. ഒന്നാമത് ആ അഡ്രസ്സ് തന്നേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അങ്ങ് അന്റാർട്ടിക്കയിൽ എവിടെയാണ്. എന്നാ ഞാൻ പോയിട്ട് വരാവേ. ആത്മമിത്രമേ ഇങ്ങനെയൊക്കെ തന്നെ വേണം. പിന്നെ നിന്റെ സിറ്റുവേഷൻ എന്നെക്കാളും കഷ്ടമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. വിട്ടോ 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 വിട്ടോ. അല്ല എന്താ ചെറുക്ക, ഇവൻ വല്ല ഡാമേജും വരുത്തിയിട്ടുണ്ടോ? 2 ഗ്ലാസ് പൊട്ടിച്ചായിരുന്നു. പക്ഷെ അതിന്റെ പൈസ ഒന്നും വേണ്ട സാറേ. ഇതിനെ വിളിച്ചോണ്ട് പോയാ മതി ഇവിടെന്ന്. ഓ പിന്നെ അങ്ങനെ എന്റെ ചെറുക്കൻ ആരെ ഔദാര്യമൊന്നും വേണ്ട. എന്നാ നിന്റെ പൈസ 2 ഗ്ലാസിന്റെ അല്ലേ, അല്ലാതെ ഈ ബാറിന്റെ മുഴുവനൊന്നും അല്ലല്ലോ. ഓ നീ വേണോ നമുക്ക് പോവാം. ഓ ഇനി ആദ്യം ചായ അങ്ങനെയൊന്നും പറയത്തില്ല കേട്ടോ. അതല്ലേലും എനിക്കറിയാം. ആദ്യം പിന്നെ അച്ഛൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇവനല്ലേലും ഭയങ്കര സൂക്കേടാ. ഇവന് ഔദാര്യമൊന്നും നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ് പൈസ ആയിട്ട് എറിഞ്ഞ് കൊടിച്ചായ അവന്റെ മുഖത്തോട്ട്. അവനല്ല അവന്റെ ഈ ബാർ നടക്കുന്ന അവന്റെ തന്തയുടെ ഔദാര്യം പോലും എനിക്കും എന്റെ ഭർത്താവിനും വേണ്ട. കാരണം എനിക്ക് എന്റെ ഭർത്താവിനെ ഭയങ്കര ഇഷ്ടമാണ്. അതത്രേ ഉള്ളൂ. ബാ നമുക്ക് വീട്ടിൽ പറ്റി സംസാരിക്കാം. ഇവിടെ നിന്ന് ഇനിയും ഡാമേജ് വരും. എന്നാലും ഈ ഇച്ചാൻ എവിടെ ആയിരിക്കും? ഞാൻ അവിടെ പോയിട്ട് ഒരു പൊടിയെ പോലും കണ്ടില്ല. ആ മൂർത്തി മാത്രം അവിടെ ക്ലീൻ ആക്കുന്നുണ്ട്. അവനോട് ചോദിച്ചപ്പോഴാണെങ്കിൽ അവൻ പറഞ്ഞു അവരൊക്കെ പോയിന്ന്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആരോ? ഇച്ചാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഓ ഇനിയിപ്പോ ഇച്ചാൻ സമയത്തിന് അവിടെ എത്താത്തതിന് എനിക്ക് ഇനി ഇച്ചാന്റെ വായിരിക്കുന്ന തെറി മുഴുവൻ കേൾക്കേണ്ടി വരും.
ആ സമയത്ത് ആ കാറ് പഞ്ചറാവാൻ തോന്നിയത്. നാശത്തിനെ കാണാൻ പോയോണ്ടാ, ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു. എന്നാലും അവരൊന്ന് വീട്ടിൽ എത്തിയില്ലേ? വിജയ നേരെ ഇങ്ങോട്ട് വരേണ്ടായിരുന്നല്ലോ. ഉള്ള സ്ഥലം കൂടി നോക്കി, ഇനി ഞാൻ എവിടെ പോയി നോക്കാനാ? ആ ആൽവി, നീ ഇപ്പോഴാണോ വന്നേ? നിന്നെ സംഭവബഹുലമായ സംഭവം നടന്ന സ്ഥലത്തൊന്നും കണ്ടില്ലല്ലോ ഞാൻ ചെന്നപ്പോ. ആ അച്ചു, ഏത് സ്ഥലത്ത്? വല്ലതും അറിഞ്ഞാണോ? ഞാൻ പുറത്ത് ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നു. ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഇച്ചാനെ നോക്കിയിട്ട് കാണുന്നില്ല. നീ കണ്ടായിരുന്നോ? ഡാ കൂടുതൽ നിന്ന് നീ മറ്റേ പാട്ടിലെ തുള്ളി കളിക്കുന്ന കുഞ്ഞു പുഴു ആവണ്ട. നിന്റെ ഇച്ചായൻ മറ്റവനെ കാച്ചണത് കണ്ണുകൊണ്ട് നിന്നവനാ ഞാൻ. നിന്റെ ഇച്ചാൻ്റെ കൂടെ ഞാനും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എത്തിയപ്പോ എല്ലാം കഴിഞ്ഞു. അല്ല, നീ ഇത്ര നേരം എവിടെയായിരുന്നു? നിന്നോട് കറക്റ്റ് സമയത്തിന് അവിടെ എത്തണമെന്നല്ലേ ആദമ് പറഞ്ഞിരുന്നത്? ആദമ് വരും തോന്നില്ല. കാശിയേട്ടൻ ഏതോ പബ്ബിൽ അടിച്ച് പൂസായിട്ടിരിക്കാന്നും പറഞ്ഞുകൊണ്ട് അവനെ എടുക്കാനായിട്ട് പോയേക്കും ആദമും ഇന്ദ്രയും കൂടെ. ഇന്ദ്ര കിച്ചുനെ കാണാൻ പോയി. അതുകൊണ്ട് അവർ രണ്ടുപേരും വരത്തില്ല. പൊന്നുമോൻ ഇച്ചായനെ കാണാൻ നിൽക്കുന്നതായിരിക്കും അല്ലേ? എന്നാ കാത്തിരിക്കണ്ട, ഓടിപ്പോയി കിടന്നുറങ്ങിക്കോ കേട്ടാ. അത് ഞാൻ വിചാരിച്ചു നീ ഒന്നും അറിഞ്ഞില്ല എന്ന്. അല്ല, എന്നെ ഇച്ചായൻ ഫിദയെ കാണാൻ പറഞ്ഞു വിട്ടതാ. ഫിദയോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ അതിന് പോയതാ. ഓ, അപ്പോ അവൾ അവിടെ കൺട്രോൾ ചെയ്തിട്ടാണ് ഇവിടെ സംഭവങ്ങളൊക്കെ നടന്നത്. നിന്റെ ഇച്ചായന്റെ തല അപാരമാണല്ലോ. ബ്രഹ്മാണ്ഡ പ്ലാനിങ്. അല്ല, അവളോട് എന്തു പറയാനാ നിന്നെ പറഞ്ഞു വിട്ടെ? അത് പണ്ടത്തെ കുറച്ച് കാര്യങ്ങളാ. അത് വേറൊന്നുമല്ല. പണ്ട് ആസിയേട്ടനും ഇന്ദ്രേട്ടനും തമ്മിൽ റിലേഷനിലായിരുന്ന ടൈമില് അവർക്കെന്തോ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഐ മീൻ, ഇന്ദ്രേട്ടനും ആദമേട്ടനും മാത്രം അറിയാന്നുള്ള എന്തോ ഒരു കാര്യമുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും തന്നെയാ ഫിദേനെ തട്ടിക്കൊണ്ടുപോയതും ആസിയേട്ടനെ ഭീഷണിപ്പെടുത്തി ഇന്ദ്രയോട് ബ്രേക്കപ്പ് പറയിപ്പിച്ചതൊക്കെ ഇന്ദ്രയും ഇച്ചായനും കൂടെ. അതുകൊണ്ട് അതറിയാന്നുള്ള ആൾക്കാർ ആകെപ്പാട് അവർ മൂന്നുപേരായിരുന്നു. ഫിദ, ഇച്ചായൻ, ഇന്ദ്രേട്ടൻ. അത് പറഞ്ഞ് ഫിദ ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തും പോലെ സംസാരിക്കുമായിരുന്നു. അതിനെ ഇനി അതാരെങ്കിലും അറിഞ്ഞാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറയാനായിട്ട് ഇച്ചായൻ പറഞ്ഞു വിട്ടു. അങ്ങനെ പോയതാ. ഫിദേനന്ന് ആദ്യം ഇന്ദ്രയാണോ അപ്പൊ തട്ടിക്കൊണ്ടുപോയത്? എന്തിന് അങ്ങനെ ബ്രേക്കപ്പ് പറഞ്ഞിട്ട്? അതായത് ആസീനെ കൊണ്ട് ബ്രേക്കപ്പ് പറയിപ്പിച്ചതേ അവര് തന്നെയാണ്. ഫോർ വാട്ട്? ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ആ ടൈമിലൊക്കെ ഇന്ദ്രേട്ടനോട്ട് ഓക്കെ അല്ലായിരുന്നു. ഇച്ചായൻ വിളിക്കുമ്പോൾ പറയും, അന്ന് ഞാൻ ജർമ്മനിയിലാ നിങ്ങളുടെ കൂടെ ഫസ്റ്റ് ഇയർ. അവോട്ട് ഓക്കെ അല്ല, അവൻ ഭയങ്കര മൂഡ് ഓഫ് ആടാ, ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. അത് പറയാൻ പറ്റത്തില്ല, എന്തെങ്കിലും പറയാൻ പറ്റുവാണെങ്കിൽ ഞാൻ പറയാം. അവർ രണ്ടുപേർക്ക് മാത്രമേ അറിയാവൂന്നാ തോന്നുന്നേ, മേ ബി, എനിക്കറിയത്തില്ല. പിന്നെ അർജുനേട്ടൻ ഇതൊക്കെ അറിയാം. പക്ഷെ അയാളെ എനിക്ക് വിശ്വാസമൊന്നുമില്ല. അയാൾ എന്നോട് 2 ദിവസം മുമ്പേ പറഞ്ഞതൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഹീസ് എ പക്ക ക്രിമിനൽ. ഞാനൊന്നും ഒന്നുമല്ല അയാളെ വെച്ച് നോക്കുമ്പോ. അയാളുടെ മനസ്സിൽ ഇന്ദ്ര എന്ന് പറയുന്നത് വേറെന്തോ ഒരു ഫീലാ. അതെന്താന്ന് ഇതുവരെ എനിക്ക് പിടികിട്ടിയിട്ടില്ല. അതെനിക്കറിയത്തില്ല. അവർക്കിടയിൽ എന്താ നടന്നതെന്നോ, അല്ലെങ്കിൽ ഇന്ദ്രയുടെ ഫ്ലാഷ് ബാക്ക് എന്താണെന്നോ, അല്ലെങ്കിൽ ഇന്ദ്രേട്ടൻ എന്താ സംഭവിച്ചെന്നോ, ഇതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഇന്ദ്രേട്ടൻ ആദ്യമായിട്ടും കൂടെയാ അന്ന് ഫിദേനെ തട്ടിക്കൊണ്ടുപോയത്. എന്നിട്ട് അവര് തന്നെയാ ആസീനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അവരായിട്ട് തന്നെ ഇന്ദ്രേട്ടനോട് ബ്രേക്കപ്പ് പറയിപ്പിച്ചത്. അതിന്റെ റീസൺ എന്താണെന്നോ അതിന്റെ കാര്യം എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ അന്ന് ഇന്ദ്രേട്ടൻ എന്ത് ചെയ്താലും അതിന്റെ കൂടെ ഇച്ചായനും കാണുമായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു. അവന്റെ പാസ്റ്റിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതെന്താന്നോ ഏതാന്നോ അല്ലെങ്കിൽ ഈ ഒരു കേസ് എനിക്കറിയത്തില്ലായിരുന്നു. അവന്മാര് തന്നെ ഈ ഫിദയെ തട്ടിയിട്ട് ആസീനെ കൊണ്ട് പറയിപ്പിച്ചെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാലേ അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക്. ആ ടൈമിലാ അപ്പയൊക്കെ മരിച്ചത്. അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ അവരൊക്കെ എപ്പോഴാ വരിക? അതറിയാൻ യാതൊരു പിടിയില്ല. കാരണം കാശി നല്ല ഫിറ്റാ. അതാ പബ്ബിലെ ചെറുക്കൻ തന്നെ എന്നോട് ഓൾറെഡി പറഞ്ഞതാ, അടിച്ച് പിമ്പിരിയായിട്ട് ഇരിക്കുക സാറേ, ഒന്ന് വന്ന് കൊണ്ടുപോകുന്നു. ആ ചെറുക്കൻ എന്തോ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്.
ഞാനേതായാലും ഇന്ദിരയോട് പറഞ്ഞത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്നാ. ഇവിടെ മുത്തശ്ശനും അങ്കിളൊക്കെ ഇല്ലേ, ദേവങ്ങളൊക്കെ, അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ. അത് ആദമിനും പ്രശ്നമാവും, കാശിക്കും പ്രശ്നമാവും. നേരം വിളക്കുമ്പോൾ പിന്നെ ആരെയും മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ വില്ലയിലോട്ട് തന്നെ കൊണ്ടുപോകാനാണ് പറഞ്ഞേക്കുന്നത്. ഇന്ദിര അങ്ങനെ പറഞ്ഞാണ് മേ ബി. പിന്നെ ഇന്ദിര പോയി കണ്ടിട്ട് വരുമായിരിക്കും, എനിക്കറിയത്തില്ല. അവരേതായാലും രാവിലെ വരത്തുള്ളൂ. നീ പോയി കിടക്കാൻ നോക്ക്. അല്ല, നീ എന്നിട്ടാ ഫിദയെ കാണാൻ പോയിട്ട് എങ്ങനെയാ? അവളൊന്നും ചെയ്തൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, ഞാൻ ചോദിച്ചതാ, അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവളെ വീട്ടിൽ പോയോ? അവളൊന്നും ചെയ്തൊന്നുമില്ല. അവളെ എന്ത് ചെയ്യാനാ? അവളൊരു പൊട്ടിയ, സത്യം പറഞ്ഞ കഥ അറിയാതെ ആട്ടം കാണുന്ന ഒരു മന്ദബുദ്ധി. അയാളെന്ത് പറയും, അതൊക്കെ അവളും ചെയ്യുമായിരുന്നു. അയാളെ അവളെ ഇങ്ങനെ ആക്കിയത്. അതുകൊണ്ട് അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇച്ചായനൊരു വാശി ഉണ്ടായിരുന്നു, ഇച്ചായൻ തന്നെ ഇത് ചെയ്യുന്നതെന്ന് അറിയണമെന്ന്, അത് അവളെ അറിയിക്കണമെന്ന്. കാരണം അവക്ക് ഇച്ചായനെന്ന് പറഞ്ഞ പ്രേമമാ. ആ ഒരു കോൺസെപ്റ്റ് മാറ്റണമെന്നുണ്ടായിരുന്നു. കാരണം ഇച്ചായന് കാശിയില്ലാതെ പറ്റത്തില്ലല്ലോ. കാശിയല്ലേ ഇച്ചായന്റെ ലൈഫ്. സോ അതൊന്ന് അറിയിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പോയോ പോയില്ലേ അന്ന് ഞാൻ കണ്ടില്ല. ഞാനിങ്ങ് പോന്നു. ഓ, അപ്പൊ ഫിദ പോയി ആസിയെ വിളിക്കുമെങ്കിൽ ആസി ഇതൊക്കെ അറിയും. ആസി ഇതൊക്കെ അറിയുമെങ്കിൽ ആസി അഖിലിന്റെ കൂടെ കാണാൻ വഴിയില്ലല്ലോ. നോക്കാം. എന്റെ അമ്മ, ഇതെന്തോ ഇത് ഭാർഗവി നിലയോ? എന്റെ വീട് ഇതിനെക്കാളും ചെറുതാണല്ലോ. ഞാനെന്തോന്ന് വീട് വാങ്ങാൻ വന്നതാ? കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ. ഏത് വഴി പട്ടിയൊന്നുമില്ലല്ലേ? പട്ടീനെ കാണാൻ വഴിയില്ല. വീട് കണ്ടിട്ട് പട്ടിയുള്ളതായി തോന്നുന്നില്ല. പ്രോസസ്. പണ്ട് ഹൈ ജമ്പിന് പോയത് കൊണ്ട് മതില് ചാടാൻ പാടില്ലായിരുന്നു. ഇനി തിരിച്ചു ചാടാനാ പാട്. കണ്ടാ മതിയായിരുന്നു. ഹലോ. ഇല്ല അമ്മ, ഇല്ല. ഇപ്പം എനിക്ക് അങ്ങനെ ആരും വരാറൊന്നുമില്ല ഇമാജിനേഷനായിട്ടൊന്നും. അച്ഛ വരാറില്ല, ഇന്ദിര വരാറില്ല, അച്ചു വരാറില്ല, ആരും വരാറില്ല. എൻ്റെ അമ്മ ഇനിയിപ്പോൾ വരത്തില്ല 2 ദിവസത്തിനകത്ത്. അപ്പോൾ സംസാരിക്കാമല്ലോ. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. അത് ഞാൻ ഇന്നലെ അമ്മയോട് ദേഷ്യപ്പെട്ട എന്തിനാ? എന്നോട് ഇന്ദിരനെ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ. വേറെ എന്ത് വേണോ അമ്മ പറഞ്ഞോ. ഇന്ദിരനെ വേണ്ടാന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ സമ്മതിക്കത്തില്ല. അമ്മേനെ കൊന്നാൽ പോലും ഞാൻ നിൽക്കും. പക്ഷെ ഇന്ദിരനെ കളയാൻ മാത്രം അമ്മ പറയല്ലേ അമ്മ. അമ്മയ്ക്കറിയോ, ഞാൻ ജീവിക്കുന്ന പോലും അവന് വേണ്ടിയിട്ടാണ്. എനിക്ക് അവനെ ഇഷ്ടമാണ്. എനിക്ക് അച്ചുമില്ലാതെ പറ്റത്തില്ല. അതുപോലെ ഇപ്പം ഇന്ദിരയും. എനിക്ക് അവർ രണ്ടുപേരും എൻ്റെ ലൈഫിലെന്നും എൻ്റെ കൂടെ വേണം അമ്മ. അത് അമ്മയായിട്ട് ഇല്ലാണ്ടാക്കല്ലേ. എനിക്ക് ഇന്ദിരനെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട്. അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അമ്മ എപ്പോഴും പറയാറില്ലേ അമ്മയ്ക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണെന്ന്, അച്ഛൻ ഇല്ലാണ്ട് അമ്മയെ കൊണ്ട് പറ്റില്ല എന്ന്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഇന്ദിരനെ ഒത്തിരി ഇഷ്ടമാണ്. ഇന്ദിര ഇല്ലാണ്ട് എനിക്കും പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ അത് പറയാനാണെങ്കിൽ എന്നെ വിളിക്കണ്ട. പിന്നെ ഞാൻ പഴയതുപോലെ ഇപ്പോൾ ആരെയും കാണുന്നൊന്നുമില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ ഇന്ദിരയുടെ അടുത്ത് പോയാൽ മാത്രം മതി. അത് മാത്രമേ ഉള്ളൂ ഇപ്പം എൻ്റെ മനസ്സിൽ. അല്ലാണ്ട് അമ്മ വിചാരിക്കുന്ന ഒന്നും നടക്കുമെന്ന് അമ്മ വിചാരിക്കണ്ട. അങ്ങനെ വല്ലതും അമ്മ വിചാരിച്ചുകൊണ്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ അത് കിച്ചുവിനെ കൊന്നിട്ടേ നടക്കത്തുള്ളൂ. അല്ലാതെ ഇന്ദിരനെ കിച്ചു കളയുമെന്ന് അമ്മ ഒരിക്കലും സ്വപ്നം കാണണ്ട. നോക്കിക്കോ, അച്ചു എനിക്ക് വാക്ക് തന്നതാ ഇന്ദിരനെ എനിക്ക് തന്നെ തരുമെന്ന്. അവ ഇതുവരെ എനിക്ക് തന്നെ ഒരു വാക്കും തെറ്റിച്ചിട്ടില്ല. ഇനി അത് തെറ്റിക്കുകയില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അവനെപ്പോലെ ബ്രദറിനെ കിട്ടാൻ ഞാൻ ലോകത്ത് ഒരുപാട് ഭാഗ്യം ചെയ്യണം. ഒരുപാട് ഭാഗ്യം ചെയ്യണം. അത് അമ്മയല്ല, ഇനി ആരൊക്കെ പറഞ്ഞാലും അവൻ ഞാൻ പറയുന്നത്. ഹലോ അമ്മ, വച്ചേ, ഞാനിപ്പോൾ വരാം. അമ്മ വച്ചോ. ആരോ അവിടെ? നമുക്ക് സംസാരിക്കാം. നീ എനിക്കൊന്നും സംസാരിക്കണ്ട ചായ. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞ വീട്? എനിക്കൊന്നും സംസാരിക്കണ്ട. ഇനിയിപ്പോൾ എന്താ നിന്റെ പ്രശ്നം?
ഏ എന്നോട് എന്തിനാ പോയി ചാവാൻ പറഞ്ഞ? എന്നെ ഇഷ്ടമല്ലല്ലോ. ആ പിന്നെ എന്തിനാ എന്നോട് ഇപ്പൊ സംസാരിക്കുന്നേ? അത് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞാന്ന് പറഞ്ഞില്ലേ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. എന്നിട്ട് എന്നെ തല്ലിയ? എന്നെ ഇഷ്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, തെളിക്കും. അതെങ്ങനെ? അതെങ്ങനെയാന്ന് പോലും അറിയത്തില്ലല്ലോ. എപ്പോ എനിക്ക് ഇഷ്ടമല്ല നിങ്ങളെ. പോ. നിക്ക് പോവല്ലേ, പറ. ഞാൻ അങ്ങനെ തെളിയിക്കണ്ടേ? ഒരുപാട് സ്നേഹിക്കണം, തലയിലും തലയിലും വെക്കാൻ നോക്കണം. ഒരുപാട് ഉമ്മല്ല. ഇത് ഞാൻ ഇനി എന്നെ തല്ലാൻ പാടില്ല. തല്ലി കഴിഞ്ഞാ എന്നോട് സ്നേഹമല്ല. ഇപ്പൊ ഈ ചത്തൂടെന്ന് പറയാൻ പാടില്ല. ഈ ചത്തൂടെന്ന് പറഞ്ഞാലും എന്നോട് സ്നേഹമല്ല. പോയി ചത്തൂടെന്ന് ഞാൻ എന്തായാലും ഇനി പറയത്തില്ല. പിന്നെ ഈ സ്നേഹിക്കുന്ന കാര്യം അത് ഈ കണ്ടീഷനിൽ തന്നെ വേണോ? അന്റെ ഈ കണ്ടീഷനും കുഴപ്പം? I'm perfectly alright, ma'am. Always welcome. You are always welcome because he was my husband. എന്തുകൊണ്ടായി കൂടാ? ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ പ്രൊഫസർ ഇച്ചായ. അപ്പം ഞാൻ ഹസ്ബൻഡാന്നുള്ള ബോധമൊക്കെ ഉണ്ട്. ഗ്രാമർ മിസ്റ്റേക്ക് നീ തെറ്റിച്ചോ? തെറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനൊരു സാധനം കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ? അപ്പോൾ ഈ പറഞ്ഞതൊക്കെ സീരിയസ് ആയിട്ടാ? അതെല്ലോ, ഈ പറഞ്ഞതും ഇന്നലെ പറഞ്ഞതും നാളെ പറയാൻ പോകുന്നതും മറ്റന്നാളെ പറയാൻ പോകുന്നതും എല്ലാം സീരിയസ് ആയിട്ട് മാത്രമേ കാശി പറയാറുള്ളൂ. തമാശക്ക് കാശി ആരുടെ സംസാരിക്കാറില്ല. ഇച്ചായന്റെ അടുത്ത് മാത്രമേ കാശി കള്ളം പറഞ്ഞിട്ടുള്ളൂ. അത് മറ്റേ അച്ഛനെ കൊന്ന ഇച്ചാനാന്ന് പറഞ്ഞപ്പോ ദേഷ്യത്തിൽ പറഞ്ഞതാ. എനിക്ക് ഇച്ചാനെ മാത്രമേ ഇഷ്ടമുള്ളൂ. ഞാൻ ആരുടെ കൂടെയും പോയിട്ടില്ല. ഇച്ചാൻ അറിയോ? ഒരു ഉമ്മ പോലും വച്ചിട്ടില്ല. ഇച്ചാനാ ഞാൻ ആദ്യം ഉമ്മ വെച്ചു. പക്ഷെ അന്ന് ഇച്ചാനാണ് അത് ചെയ്തതിന് വിചാരിച്ച് ഇച്ചാനെ ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അത് വേറൊന്നും കൊണ്ടൊന്നും അല്ല, സത്യം. ഓ, അപ്പം അതാണ് ഇവിടുത്തെ മെയിൻ പ്രോബ്ലം. അതൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. എന്നോട് ഇന്ദ്ര എല്ലാം പറഞ്ഞു. നീ ഒരു പാവമെന്നും നിനക്കെന്നെ ഒരുപാട് ഇഷ്ടമെന്നും ഈ മനസ്സ് മുഴുവൻ യാതമാനും അച്ഛനെ കൊന്നത് ഞാനാന്നറിഞ്ഞതിൻ്റെ ഫ്രസ്ട്രേഷനിലാണ് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞെന്നും പിന്നെ നീ അന്ന് പറഞ്ഞതുപോലെയൊന്നും അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അന്ന് പിന്നെ എനിക്ക് വിഷമായി. കാരണം പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ സങ്കടമായി. അതിപ്പോൾ നിനക്കാലും സങ്കടമാവത്തില്ലേ? അങ്ങനെ ആയതാ. അല്ലാണ്ട് അങ്ങനെ നീ പറഞ്ഞോന്നും പറഞ്ഞ് എനിക്ക് നിന്നെ വെറുക്കാൻ പറ്റുമോ? എൻ്റെ ലൈഫിൽ ഇത്രയും നാളും എൻ്റെ ലൈഫിൽ എനിക്കൊരു ഫസ്റ്റ് ലവ് അല്ലെങ്കിൽ ഒരു ലവ് ആരോടും തോന്നിയിട്ടില്ല. അതാദ്യമായിട്ട് തോന്നുന്നു നിന്നോടാ. നീ അന്ന് എന്നെ കിസ് ചെയ്തപ്പോൾ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയാം. എന്നിട്ട് എന്താ എന്നോടത് പറയാത്ത? എന്നോടത് പറയണമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കാശിക്ക് ഓർമ്മയില്ലേ? അന്ന് കാശിയാ എന്നോട് തിരിച്ച് എന്നെ വേണ്ടാന്ന് പറഞ്ഞത്, ഓർമ്മ ഉണ്ടോ? അത് ഞാൻ പറഞ്ഞില്ല ഇച്ചായ. അപ്പോഴും ഞാൻ ഒട്ടും ഓക്കല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഇച്ചാനാണ്. ഇച്ചാൻ എന്താ വേണ്ട? കിസ് വേണോ? അല്ലെങ്കിൽ വേറെ വല്ലതും വേണോ? എന്ത് വേണോ കാശി തരും. എല്ലാം ഇച്ചായൻ്റെതാ. കാശിയേ ഇച്ചായനുള്ളതാ. എന്ത് വേണേ തരുമോ? എന്നാ ഞാൻ ചോദിക്കുന്ന കാശിയാണെങ്കിലോ നിന്നെ ഇന്ന് എനിക്ക് തരുമോ? അതിനെന്താ, തരാല്ലോ. ഇച്ചാന് എന്നെ വേണമെന്ന് എടുത്ത പോലെ എന്താ ചോദിക്കുന്നേ? എന്നാ ഞാൻ എടുക്കും. ലാസ്റ്റ് നീ പരാതി പറഞ്ഞേക്കരുത്. കുറേ ആയി കാശി, കുറേ. എടുത്തോ. ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് തൊടുന്നൊരു നാണം തീരത്ത്. ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്
തൊടുന്നൊരു നാണം തീരത്ത് നിൻചുടു നിശ്വാസത്തിൻ കാറ്റത്ത് എന്നില എന്നയറിയരികത്ത് ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് ഒട്ടു തൊടുന്നൊരു നാണം തീരത്ത് കാശി കുഴപ്പമൊന്നുമില്ലല്ലോ ചെയ്യുന്നതിന്. വീണ്ടും എനിക്കൊരു പൂന്തിരയാകണമെന്നൊരു മോഹം അറിയോ? ഓക്കെ. ഉപ്പിൻ കൈപ്പാടം നീ കവിളത്ത് ഇപ്പോൾ എന്തൊരു മധുരം ചുണ്ടത്ത് താന്തു കുടഞ്ഞൊരു സൂര്യമാനത്ത് ഒട്ടു തൊടുന്നൊരു തീരത്ത് പെൻസില കൊണ്ടു മെനഞ്ഞതുപോലൊരു സുന്ദരി നിന്മണിമാരത്ത് കണ്ണുകൾ എന്തിനുടക്കി വലിക്കണ ചൂണ്ടകളായി ചാരത്ത് അന്തിമയങ്ങി വെളുക്കണ സമയത്ത് കൺമണി നീയൻ വലയിൽ പൊന്മുത്ത് ചാന്തു കുടഞ്ഞൊരു സൂര്യമാനത്ത് ഒരു നാണം തേരത്ത് നിൻചുടു നിശ്വാസത്തിൻ കാറ്റത്ത് എന്നില എന്നയരികത്ത് സൂര്യൻ മാനത്ത് ഒട്ടു തൊടുന്നൊരു നാണം തീരത്ത് ആരാ? പേദമാണോ? അല്ല. അതെന്തോ ഒന്നും മിണ്ടാത്ത. പോയി നോക്കിയാലോ? പോയി നോക്കാം.